നമസ്തേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കുറവ് ഭൂമിയുള്ളത് ഹിന്ദുക്കൾക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവനരഹിതരുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിത യുവാക്കളുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കുറവ് ബിസിനസ് ഉള്ളവർ ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനം മയക്കുമരുന്ന് അടിമകളുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നം മൂലമുള്ള വിവാഹമോചനങ്ങളുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമായ അച്ഛനമ്മമാർ വൃദ്ധമന്ദിരത്തിലുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ സ്വത്ത് തർക്കവും തന്മൂലമുള്ള ആത്മഹത്യയും സംഘട്ടനവും എന്തിന് കൊലപാതകം വരെയുള്ള സമൂഹം ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കുറവ് സമ്പത്തുള്ളവർ ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ ആനുകൂല്യങ്ങളും അവകാശങ്ങളും കിട്ടുന്നവർ ഹിന്ദുക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ചെയ്യപ്പെടുന്ന സമൂഹം ഹിന്ദുക്കൾ. ജാതിയും ജാതി സംഘടനകളും അവരുടെ ഒത്തൊരുമയില്ലായ്മയും കാരണം ആരാധനാലയം പോലും സർക്കാർ കൈക്കലാക്കിയിരിക്കുന്ന സമൂഹം ഹിന്ദുക്കൾ. ഒത്തൊരുമയില്ലാത്തത് കൊണ്ട് പുല്ലുവില പോലും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ലഭിക്കാത്ത സമൂഹം ഹിന്ദുക്കൾ. കാൽ കാശിന് പ്രയോജനം സമാജത്തിന് സമുദായ നേതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സമൂഹം ഹിന്ദുക്കൾ. എന്നിട്ട് ഹിന്ദു സന്യാസിയും സമുദായ നേതാക്കളും കേരളത്തിലെ ഹിന്ദുക്കൾക്ക് കാണുന്ന പ്രശ്നം: പുരുഷന്മാർ അമ്പലത്തിൽ ഷർട്ട് ഇടണോ ഇടാതിരിക്കണോ? ഇതും കേട്ട് ചേരിതിരിഞ്ഞ് തർക്കവും പോരും വിളിക്കുന്ന മരപ്പാഴുകളെ വിളിക്കുന്ന പേര് ഹിന്ദുക്കൾ. ഈശ്വരന് പോലും നിന്നെയൊന്നും രക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ പോയാൽ. ഇനി ഹിന്ദു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവതരിപ്പിക്കുവാനും ഒരു കമ്മിറ്റി നിശ്ചയിക്കണം. ഹിന്ദുക്കൾക്ക് മതപാഠശാല നിർബന്ധമാക്കണം. ക്ഷേത്രങ്ങൾ സർക്കാർ വിട്ടു നൽകണം. കാലത്തിനനുസരിച്ച് സനാതനധർമ്മ ഗ്രന്ഥങ്ങൾ പരിഷ്കരിക്കണം. ഹിന്ദുക്കളെ സഹായിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി നിൽക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. നരസേവ നാരായണ സേവ.